സ്വന്തം ഭാര്യയ്ക്കെതിരെ വളരെ മോശമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ചോദ്യം ചെയ്ത ബിനുവിനെ വീട്ടിൽ കയറാൻ പോലും തലേദിവസം അനുവദിച്ചില്ല. ഈ ഇടിവണ്ടി എന്ന് പറഞ്ഞാൽ പോലീസ് ഇടിവണ്ടി, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് ഇടിവണ്ടി. ഇത് പാഠശാലയാണ് എടപ്പള്ളിയിലെ. ഇതിനെ അടിച്ച് തകർത്തിരിക്കുക. ഫ്രണ്ട് വശമുള്ള വാതിൽ ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. അവരെ വിളിച്ച് മലമുകൾ പള്ളിയുടെ മുകളിൽ കയറ്റി ഈ വിപിൻ്റെ നേതൃത്വത്തിലാണ് കയറ്റി ഈ പിറകോമ്പും മറ്റ് കല്ലും എടുത്ത് എറിഞ്ഞത്. ഈ ബിനുവിനെയാണ് ഇത്രയധികം. ഈ SI, ഇവനൊന്നും SI എന്ന് പറയാൻ പറ്റില്ല. ക്രമസമാധാനം പാലിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഇവനൊക്കെ SI എന്ന് എങ്ങനെ പറയാൻ പറ്റും? ദീപു യഥാർത്ഥത്തിൽ ഒരു CPM-ന്റെ ഒരു ഗുണ്ട പ്രവർത്തനം നടത്തുന്ന ഒരാൾ എങ്ങനെയാണോ ആ തരത്തിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി എത്തിയിട്ടുള്ള SHO ബിപിൻ്റെ നേതൃത്വത്തിൽ ഒരു അഭിജിത്ത് രാജേഷ്, 2 പോലീസുകാരും കൂടി ചേർന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നഗരപിതാവിൻ്റെ നേതൃത്വത്തിൽ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ നേതൃത്വത്തിൽ ഇവരെ സന്ദർശിക്കാൻ ആ പോലീസ് ക്യാമ്പിൽ ഇവിടെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലേഖ അവർ സൂചിപ്പിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയാണ്. കൃത്യമായും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തൊട്ട് വട്ടിയൂർക്കാവ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട പ്രദേശങ്ങളിൽ NDA പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ചും BJPയുടെ പ്രവർത്തനത്തെ തടസ്സം നിൽക്കുന്ന തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിരന്തരമായിട്ട് അതിന് നേതൃത്വം കൊടുക്കാൻ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി എത്തിയിട്ടുള്ള SHO ബിപിൻ്റെ നേതൃത്വത്തിൽ ഒരു അഭിജിത്ത് രാജേഷ്, 2 പോലീസുകാരും കൂടി ചേർന്നുള്ള ഒരു വളരെ ഗുണ്ടായിസം തന്നെ എന്ന് പറയാം. CPM-ന്റെ ആയുധമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിപിൻ്റെയും നേതൃത്വത്തിലുള്ള പോലീസിൻ്റെ പ്രവർത്തനം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വീണ്ടും ഈ കാച്ചാണി ഭാഗത്ത് BJPക്ക് ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ വളർച്ച നമുക്കറിയാം. വട്ടിയൂർക്കാവ് സ്റ്റേഷൻ പരിധിയിലുള്ള 10 വാർഡുകളിൽ 9 വാർഡും BJP ആണ് ജയിച്ചത്. 9 വാർഡ്, ഈ കാച്ചാണി ഒഴിച്ച്. കാച്ചാണി വാർഡിൽ BJP വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഈ മലമുകൾ പള്ളിയുടെ സെക്രട്ടറിയാണ് ഈ ബിനു, BJPയുടെ പ്രവർത്തകൻ. അവിടെ ഒരു പ്രവർത്തകരും ഇല്ലാത്തൊരു സാഹചര്യം പണ്ട് BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ BJPക്ക് ബിനുവിൻ്റെ നേതൃത്വത്തിൽ 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തുകയും ചെറിയ വോട്ടിനാണ് LDF അവിടെ ജയിച്ചത്, ഈ ആരോപണം ജയിച്ചത്. അപ്പം അതുകൊണ്ട് ഈ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു വന്ന് ഈ ബിപിൻ യഥാർത്ഥത്തിൽ ഒരു CPM-ന്റെ ഒരു ഗുണ്ട പ്രവർത്തനം നടത്തുന്ന ഒരാൾ എങ്ങനെയാണോ ആ തരത്തിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ആ നാട്ടുകാർക്കും അറിയാവുന്നതാണ്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രകോപിച്ച് BJPയെ സമൂഹത്തിന് മുമ്പിൽ മോശക്കാരാക്കാൻ, സംഘർഷമുണ്ടാക്കാനുള്ള ഗൂഢമായിട്ടുള്ള ശ്രമം ഈ ബിപിൻ്റെ നേതൃത്വത്തിൽ ഈ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നില്ല, കാരണം പോലീസ് ഉദ്യോഗസ്ഥയായി DGP റാങ്കിൽ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥയാണ് ഇവിടെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീലേഖ ചേച്ചിരിക്കുന്നത്. പോലീസിന് നമുക്ക് മാന്യമായിട്ടുള്ള പരിവേഷമുണ്ട്. ഏത് സംഘർഷത്തെയും ഇല്ലാതാക്കാൻ വിളിച്ചിരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പോലീസ് ഒരു ഭാഗത്തിൻ്റെ കയ്യിലെടുത്തുകൊണ്ട് CPM-നെ പരിപോഷിപ്പിക്കുന്ന തരത്തിലേക്ക്, CPM-ന്റെ ഗുണ്ടായിസം വളർത്തുന്ന തരത്തിലേക്ക് അവരെ വിളിച്ച് മലമുകൾ പള്ളിയുടെ മുകളിൽ കയറ്റി ഈ വിപിൻ്റെ നേതൃത്വത്തിലാണ് കയറ്റി ഈ പിറകോമ്പും മറ്റ് കല്ലും എടുത്ത് എറിഞ്ഞത്. ആ എറിഞ്ഞ ഭാഗത്ത് വീഡിയോ ഉണ്ട്. ആ എറിയുന്നതിൻ്റെ ഭാഗത്തുനിന്ന് വന്ന എറിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ കൊണ്ടിരിക്കുന്നത്. വ്യക്തമായും ഇന്നലെ കമ്മീഷന് മുമ്പിൽ ആ വീഡിയോ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം ഉണ്ടായി. ഇന്നലെ ഞങ്ങൾ BJPയുടെ നേതൃത്വം ഞങ്ങൾ കമ്മീഷണറുമായി സംസാരിച്ചു. ഉച്ചയ്ക്ക് സംസാരിച്ചു കൊണ്ടിരുന്നു, ചർച്ച ചെയ്തു. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ, ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സംഘർഷം ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ കമ്മീഷണറുമായി ചർച്ച ചെയ്തു. കമ്മീഷൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അതനുസരിക്കാമെന്നും പ്രശ്നങ്ങൾ ഇന്നലെ കൊണ്ട് തന്നെ തീർക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈ എടപ്പഴിഞ്ഞി മുരുകക്ഷേത്രത്തിൽ കയറി അവിടെ ഈ ബിനു പരാതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെ വേണമെന്ന് ഉപദേശം തേടാൻ വേണ്ട ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ ആൾക്കാരുമായി ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ പോലീസിൻ്റെ ഈ ആക്രമണം ഉണ്ടായത്. ദീപു എന്ന് പറയുന്ന SIയുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി എന്നുള്ളതാണ്.
അതിക്രമിച്ച് കയറി എന്ന് മാത്രമല്ല, ഒരു ആരാധനാലയം, ഒരു ക്ഷേത്രം ഇത്രയധികം ഇത് ക്ഷേത്രത്തിൻ്റെ ഓഫീസിൻ്റെ മുകളിലുള്ള ഓഫീസാണ്. ഇത് പാഠശാലയാണ് എടപ്പള്ളിയിലെ. ഇതിനെ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഫ്രണ്ട് വശമുള്ള വാതിൽ ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. ഇത്രയധികം കാണിക്കേണ്ട കാര്യം എന്നുണ്ട്. അവിടെ കയറി ബിനു ഇത്രയും ക്രൂരമായി. ഈ അടുത്ത കാലത്ത് ഞങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് RSS എന്ന് കേട്ടാൽ പോലീസ് വേട്ടയാടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതിലൂടെ അനുഭവിച്ചവരാണ്. പക്ഷേ വർഷങ്ങളായിട്ട് ഇല്ലാത്തൊരു പ്രവണത പുതുതായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ അവസാന അന്ത്യം കുറിക്കുന്ന ഘട്ടത്തിലാണ് ഇത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇത് ബിനുവിനെ ഇത്രയധികം ക്രൂരമായി മർദ്ദിക്കാൻ ബിനു എന്ത് തെറ്റ് ചെയ്തു? ബിനു ആ കേസിൽ പ്രതിയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കണം. ബിനു ഇവരെടുത്ത ഒരു കേസിലും പ്രതിയല്ല. ബിനു പരാതിക്കാരനാണ്. ഈ ബിനുവിനെ ഇത്രയധികം ക്രൂരമായ മർദ്ദിക്കാൻ, അതും ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി മർദ്ദിക്കാൻ ബിനു എന്ത് തെറ്റ് ചെയ്തു? BJP-കാരനായതുകൊണ്ട് മാത്രമാണോ? ബിനുവിൻ്റെ ഭാഗത്ത് ബിനു കൊടുത്ത പരാതി എന്താണ്? യാതൊരു കുടുംബത്തിലെയും മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീകൾക്കെതിരെ, സ്വന്തം ഭാര്യയ്ക്കെതിരെ വളരെ മോശമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ചോദ്യം ചെയ്ത ബിനുവിനെ വീട്ടിൽ കയറാൻ പോലും തലേദിവസം അനുവദിച്ചില്ല. എന്നിട്ട് പോലീസ് പറയുന്നു, BCMC-യെയും പേരുഗ്രസിയെയും പറയുന്നു, നിങ്ങൾ ധൈര്യമായി വീട്ടിൽ പൊയ്ക്കോ, പോലീസ് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞാണ് ഈ മലമുകളിൽ ഈ കാറിലിരുന്ന ബിനുവിനെ വളഞ്ഞ് CPM ഇവരെല്ലാം കൂടെ വളഞ്ഞ് കാറിൽ അടിക്കുകയും ചെയ്തു. ഇത് കമ്മീഷണർ സൂചിപ്പിച്ചതാണ്. കമ്മീഷൻ നമ്മോട് പറഞ്ഞതാണ്, അങ്ങനെ കാറിൽ അടിച്ചാലും അത് അവരുടെ ദേഹത്ത് അടിക്കുന്നത് പോലെയാണ് എന്ന് സമ്മതിച്ചതാണ്. ഈ ബിനുവിനെയാണ് ഇത്രയധികം. ഈ SI, ഇവനൊന്നും SI എന്ന് പറയാൻ പറ്റില്ല. ക്രമസമാധാനം പാലിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഇവനൊക്കെ SI എന്ന് എങ്ങനെ പറയാൻ പറ്റും? ദീപു, ഇയാളുടെ നേതൃത്വത്തിലാണ് ഇത് ആക്രമണം നടന്നിരിക്കുന്നത്. ഈ ദീപു. അപ്പോൾ ഈ വിപിൻ്റെ ഗുണ്ടായിസം, ഗുണ്ടകളുടെ ബ്രാഞ്ചുകളാണ് ദീപുവും മറ്റേ അഭിജിത്തും രാജേഷും എന്നൊക്കെ പോലീസ്. അപ്പോൾ ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. ഞങ്ങളെ 4-5ഓളം പ്രവർത്തകരെ വളരെ ക്രൂരമായ, അത് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്തെ കേട്ടിട്ടുണ്ട്, ഇടിവണ്ടി എന്ന് പറയുന്നത്. ഈ ഇടിവണ്ടി എന്ന് പറഞ്ഞാൽ പോലീസ് ഇടിവണ്ടി, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. ഇടിവണ്ടി എങ്ങനെയാണോ പഴയ കാലത്ത് പ്രവർത്തിക്കുന്നത്, ആ ക്ഷേത്രത്തിൽ നിന്ന് പിടിച്ച് നന്ദാവനം പോലീസ് ക്യാമ്പിൽ കൊണ്ടുപോകുന്നത് വരെ ആ വണ്ടിക്കകത്ത് ബൂട്ടിട്ട് ചവിട്ടി ഈ എന്താ പറയുക, ഈ വയർലെസ്സിൻ്റെ മൂട് വെച്ചാണ് ഈ ബില്ലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ എന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട BJP-യുടെ മേയറടക്കം, ജില്ലാധ്യക്ഷനായ ഞാനടക്കം, കൗൺസിലർമാർ പാപ്പനംകോട് സജി അടക്കം ഞങ്ങളെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ആൾക്കാരെ കാണാൻ, ജനാധിപത്യ വ്യവസ്ഥയിലുള്ളതാണ്, ഏതൊരാളെ അറസ്റ്റ് ചെയ്താലും അവരെ വന്ന് കാണാനുള്ള മൗലികാവകാശമാണ്. അതുപോലും നിഷേധിക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നഗരപിതാവിൻ്റെ നേതൃത്വത്തിൽ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ നേതൃത്വത്തിൽ ഇവരെ സന്ദർശിക്കാൻ ആ പോലീസ് ക്യാമ്പിൽ ഗേറ്റ് അടച്ചിട്ട് പോലീസ് ഗുണ്ടായിസം കാണിച്ചു. അവസാനം മേയറുടെ വണ്ടി അകത്ത് കയറാൻ അനുവാദം കൊടുത്തു. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത്? അവർ ഭയപ്പെട്ടത് ഈ ഇടിവണ്ടിക്കകത്തിരിക്കുന്ന ഈ ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ടാൽ ഞങ്ങൾക്ക് പ്രകോപിതരാകുന്ന ആൾക്കറിയാം. കാരണം ബ്ലഡ് ഒലിച്ചിങ്ങനെ നിൽക്കുന്ന ആ മാരകമായ രീതിയിൽ ആക്രമണം ഞങ്ങളുടെ മനസ്സെത്തുമാത്രം വേദനിക്കും. വേദന അമ്മ സഹിക്കോ? സഹോദരൻ സഹിക്കോ? പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ സഹിക്കോ? ഇല്ല. അത് മറയ്ക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വം ചെയ്തത്. ഒന്നുകിൽ കമ്മീഷണർക്ക് ഇതിൽ കൺട്രോൾ ഇല്ല. സിറ്റി പോലീസ് കമ്മീഷണർ മാന്യമായി ഞങ്ങളുടെ പെരുമാറുന്നുണ്ട്, ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾ പോയ സമയത്തൊക്കെ ഞങ്ങളുടെ മാന്യമായി പെരുമാറി. പക്ഷേ അദ്ദേഹവുമായി ഉച്ചയ്ക്ക് ചർച്ച ചെയ്യുന്ന ആ സമയത്താണ് ഈ വിഷയം ഇവിടെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞോ? ഒന്നുകിൽ അദ്ദേഹത്തിന് കൺട്രോൾ ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞ് നടിക്കുന്ന ഒരു നാടകമായിട്ടാണ് BJP ഇത് ആരോപിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള, ഞങ്ങൾക്ക് ഇന്ന് എന്ത് വേണോ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ രാജ്യത്തോടും ജനങ്ങളോടും കടപ്പാടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഈ നഗരം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനപരമായിട്ടൊരു ജീവിതം കൊടുക്കുക എന്നുള്ളത്.
ഞങ്ങൾ മറ്റ് പ്രകോപിതരാവാതെ നിയമ വഴി കൂടെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്.